ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ചേച്ചിക്ക് ചെറിയൊരു ആക്സിഡൻ്റ് ആയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വന്നായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ എടുക്കുന്ന ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ അമ്മ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു അന്ന് അച്ചാറിട്ട് വയ്ക്കണേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് അച്ചാറിടുന്നിടത്ത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ മാങ്ങ അച്ചാറൊക്കെ ഇടുന്നത് എടുത്തിട്ടുണ്ട്. കണ്ണിമാങ്ങ അപ്പോൾ ഞാൻ ഡബ്ബേനെ ഇടയ്ക്കൊക്കെ വേറെ സൗണ്ടൊക്കെ കയറി വരും കേട്ടോ. അത് ഇവിടെ അമ്മേനെയൊക്കെ കാണാൻ വേണ്ടി കുറച്ച് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സൗണ്ടാണ്. അപ്പോൾ അവർ പോകുന്നിടത്ത് സംസാരിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതങ്ങ് അരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മുടെ ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട്, പിന്നെ കറിവേപ്പില എടുക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ അമ്മ പറഞ്ഞ് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, ഓവറായിട്ടൊന്നും വരിയിടണ്ട, കാരണം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ചതച്ചിടേണ്ട, ഒന്ന് അരിഞ്ഞ് എന്തെങ്കിലും ഇട്ടാൽ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് നമ്മുടെ കണ്ണിമാങ്ങ ഉപ്പിലിട്ട് ചെയ്യുന്നത്. അതിൻ്റെ വെള്ളം ഞാൻ എടുക്കുന്നില്ല കേട്ടോ, കാരണം അത് കറയുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അങ്ങനെ വെള്ള കളറിലേക്ക് എടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ എടുത്ത് കളഞ്ഞിട്ട് സാധാ വെള്ളം ഒഴിച്ചാണ് നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ ഇന്ന് അച്ചാറിടുന്നത്. അപ്പോൾ കുറച്ച് മൺചട്ടി വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം, പിന്നെ വിറക് കൂടെ കുറച്ചുള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എന്തുണ്ടാക്കിയാലും ഇതിൽ അടുപ്പിൽ തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് തീ കൂടിപ്പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം 2-3 വിറകൊക്കെ എടുത്തതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ നല്ല കൂടി കിടന്നുകൊണ്ട് മുളക് പൊടി ഇടുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ കുറച്ച് നമ്മുടെ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഉപ്പിൽ കായം കൂടി ഇട്ട് വെച്ചിരുന്നതാണ്, പക്ഷേ നമ്മൾ ആ വെള്ളം എടുക്കാത്തതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ കായം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൺചട്ടിയിലാകുമ്പം അധികം ചൂട് ഓവർ തീ വേണ്ട, കാരണം നമ്മൾ ഈ ചട്ടിയിൽ നല്ല ചൂട് പിടിച്ചിരിക്കുന്നതുകൊണ്ട് കുറേ സമയം ആ ചൂടിൽ തന്നെ നിൽക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇട്ടെടുത്ത സമയത്ത് തന്നെ നന്നായിട്ട് മൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല എരിയുള്ള മുളക് പൊടിയാണ്. നമ്മുടെ സാധാ മില്ലിൽ നമ്മൾ ഇവിടുത്തെ കടയിൽ നിന്ന് മില്ലുണ്ട് അടുത്ത്, അപ്പോൾ അവിടെ നിന്ന് പൊടിച്ച മുളക് പൊടി കിട്ടും. അപ്പം നമ്മൾ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്, കവറിലെ മുളക് പൊടി വാങ്ങിക്കില്ല. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യത്തിന് ഉപ്പും ഇട്ട് നമ്മുടെ മാങ്ങ പിന്നെ ആ ചാറൊന്ന് വറ്റിച്ചെടുക്കണം. പിന്നെ കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം 2-3 മാങ്ങ ഞാനതങ്ങ് ഇട്ട് കൊടുത്തായിരുന്നു, കാരണം ഇത് നിറഞ്ഞാണിരുന്നത്. അപ്പോൾ എടുക്കുമ്പോൾ താഴെ വീഴുമെന്ന് വിചാരിച്ച് കുറച്ച് കൈ കൊണ്ട് വാരിയങ്ങ് ഇട്ടിട്ട് ബാക്കി അതിലിട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് നമ്മുടെ മാങ്ങ അച്ചാർ ഇതാണ് കേട്ടോ. കണ്ണിമാങ്ങ അച്ചാർ ഉപ്പിലിട്ടതാണ്. ഉപ്പിലിട്ടത് നമ്മുടെ അച്ചാറിട്ടതാണ് കേട്ടോ. പിന്നെ കുറച്ച് തോരനൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. തോരനെന്ന് വെച്ചാൽ മുട്ട തോരനും പിന്നെ മുട്ടക്കറി ഉണ്ടാക്കിയായിരുന്നു. പിന്നെ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് ഇന്നത്തെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.